നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2020 നടന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലായിരുന്നു FC ബാഴ്സലോണക്ക് ഒരു നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2-8 ഗോളുകൾക്കായിരുന്നു ബയേൺ മ്യൂണിക്ക് ആ മത്സരത്തിൽ FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത്. ബയേണിൻ്റെ കനേഡിയൻ സൂപ്പർ താരമായ അൽഫോൺസോ ഡേവിസ് ആ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സോളോ റണ്ണും അസിസ്റ്റുമൊക്കെ ആരാധകർ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത നിമിഷങ്ങൾ കൂടിയാണ്. സൂപ്പർ താരം ലയണൽ മെസ്സിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അൽഫോൺസോ ഡേവിസ്. ആ മത്സരത്തിന് ശേഷം മെസ്സിയുടെ ജേഴ്സി സ്വന്തമാക്കാൻ ഡേവിസ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ മെസ്സി അന്ന് ആ ജേഴ്സി നൽകിയിരുന്നില്ല. അക്കാര്യത്തിൽ തനിക്ക് സങ്കടമുണ്ട് എന്നുള്ളത് നേരത്തെ അൽഫോൺസോ ഡേവിസ് തുറന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ മെസ്സിയുടെ ജേഴ്സി സ്വന്തമാക്കാൻ ഈ സൂപ്പർ താരത്തിന് കഴിഞ്ഞിരുന്നു. ബയേണും PSG തമ്മിലായിരുന്നു കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടിയിരുന്നത്. PSG പരാജയപ്പെടുത്തിക്കൊണ്ട് പുറത്താക്കാൻ ബയേണിന് സാധിച്ചിരുന്നു. ലയണൽ മെസ്സി അന്ന് അവസാനമായിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിക്കുകയായിരുന്നു. ആ മത്സരത്തിൽ ഉണ്ടായിരുന്ന അൽഫോൺസോ ഡേവിസ് മെസ്സിയോട് അദ്ദേഹത്തിൻ്റെ ജേഴ്സി ആവശ്യപ്പെട്ടു. മെസ്സി ഈ താരത്തിന് ആ ജേഴ്സി നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ജേഴ്സിയുടെ ചിത്രം അൽഫോൺസോ ഡേവിസ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. സ്റ്റോറി ആയിക്കൊണ്ടാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. മെസ്സിയുടെ ജേഴ്സി തൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സൂപ്പർ താരം. കാനഡയിലുള്ള വീട്ടിലാണ് ഡേവിസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇത് മെസ്സി ആരാധകർക്കുള്ളിൽ ചർച്ചയായി സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കാനാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ശ്രമിക്കുന്നത്. വരുന്ന സമ്മറിൽ അൽഫോൺസോ ഡേവിസ് റയലിലേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ സജീവമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.